ഹായ് ഫ്രണ്ട്സ്, TJS വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. കളർകോട് വാഹന ദുരന്തത്തിന് ശേഷം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ വാഹനങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷ സംബന്ധിച്ച്. ഞാൻ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേറ്ററായിട്ട് ഇൻഷുറൻസ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി ക്ലെയിംസ്, അതായത് ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഇഞ്ചുറി അല്ലെങ്കിൽ മരണം, അപ്പോൾ അതിന് അവർക്ക് കോമ്പൻസേഷൻ നൽകണമോ വേണ്ടയോ, അപ്പോൾ അതിൻ്റെ വാഹനങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, ആ വാഹനം ഓടിക്കപ്പെട്ട സാഹചര്യങ്ങൾ, ഡ്രൈവർക്കുള്ള ലൈസൻസ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഈ ക്ലെയിം പേയബിൾ ആണോ അല്ലയോ എന്ന് ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു റിപ്പോർട്ട് നൽകുന്ന ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിത് പറഞ്ഞു വന്നത്, അപ്പോൾ ഈ വാഹനങ്ങളുടെ ഇൻഷുറൻസ് സംബന്ധിച്ചിട്ട് എനിക്കുള്ള ഒരു അനുഭവ പരിചയം തന്നെ അത് നിങ്ങൾക്ക് അത് എത്രമാത്രം ഉപകാരപ്പെടും ആ രീതിയിൽ ഒരു വീഡിയോ ചെയ്യാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കളർകോട് വാഹന ദുരന്തത്തെ സംബന്ധിച്ച് ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ധാരാളം ആളുകൾക്ക് പിന്നെയും സംശയമാണ്. അവരുടെ പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമുള്ള ഒരു വാഹനം, അതിൻ്റെ ഉടമസ്ഥൻ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഉടമസ്ഥനുമായിട്ട് ബന്ധമില്ലാതിരുന്ന ആളുകളാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്, അതുകൊണ്ട് മാത്രമാണോ ഇവർക്ക് കോമ്പൻസേഷൻ കിട്ടാത്തത് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമുള്ള 7 സീറ്റർ ആയിട്ടുള്ള വാഹനത്തിൽ 7 പേരിൽ താഴെ ഇതിൻ്റെ വാഹന ഉടമയും അയാളുടെ ഭാര്യയും മക്കളും ആണ് സഞ്ചരിച്ചിരുന്നതെങ്കിൽ ഈ കോമ്പൻസേഷൻ ലഭിക്കുമായിരുന്നില്ലേ? ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വാഹനം ഒരാളുടെ പേരിൽ ഇൻഷുറൻസ് നൽകുമ്പോൾ ആ വ്യക്തിയോട് മാത്രമേ ഒരു കോൺട്രാക്ച്വൽ ലയബിലിറ്റി ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടാകുന്നുള്ളൂ. ആ വ്യക്തിയുടെ ഭാര്യ ആയാലും മക്കളായാലും അതെല്ലാം തേർഡ് പാർട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കളർകോട് ദുരന്തത്തിൽ സംഭവിച്ച സെയിം സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാകുക. തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക്, അതിൻ്റെ ഡ്രൈവർക്ക് അടക്കം ഉള്ള കോമ്പൻസേഷൻ നൽകാൻ ഇൻഷുറൻസ് കമ്പനിക്ക് ബാധ്യതയില്ല. ആകെ ബാധ്യതയുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അതിന് പ്രത്യേക പ്രീമിയം അടച്ച്, ഒക്യുപ്പൻസിൻ്റെ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ വരെയുള്ള മെഡിക്കൽ അസിസ്റ്റൻസിനുള്ള കോമ്പൻസേഷൻ നൽകാനായിട്ടുള്ള ഒരു ബാധ്യത മാത്രമേ ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടാകൂ. ഇവിടെ ഉയർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതായത്, നമ്മളിന്ന് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നു, ടാക്സിയിൽ സഞ്ചരിക്കുന്നു, ബസ്സുകളിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ വാഹനങ്ങൾക്ക് ഏത് ഇൻഷുറൻസ് ആണ്, തേർഡ് പാർട്ടി ആണോ ഫുൾ കവർ ഇൻഷുറൻസ് ആണോ എന്ന് ഇതിൽ സഞ്ചരിക്കുന്നവർക്ക് അറിയില്ല. അപ്പോൾ ഇതിൽ സഞ്ചരിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ വാഹനം അപകടത്തിൽപ്പെട്ടാൽ അവർക്ക് പരിക്കോ അല്ലെങ്കിൽ മരണമോ സംഭവിച്ചാൽ ഈ കോമ്പൻസേഷൻ ലഭിക്കില്ലേ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വന്നത്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉള്ള കൊമേഴ്ഷ്യൽ യാത്രാ വാഹനങ്ങൾ അത് ഇൻഷുർ ചെയ്യപ്പെടുമ്പോൾ ഈ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരുടെ ആ പ്രീമിയം കൂടി ഇൻഷുറൻസ് കമ്പനി കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയാണെന്നുണ്ടെങ്കിൽ 3 പേർക്കുള്ള അഡീഷണൽ പ്രീമിയം ഈ ഉടമസ്ഥൻ അടയ്ക്കണം. മറ്റ് യാത്രാ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർമിറ്റിൽ പറഞ്ഞിട്ടുള്ള ആ സീറ്റിംഗ് കപ്പാസിറ്റിയും എത്ര പേരെ നിർത്തിക്കൊണ്ട് പോകാം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ഉറപ്പായിട്ടും അതിനുള്ള പ്രീമിയം ഇൻഷുറൻസ് കമ്പനി കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി മാത്രമുള്ള കൊമേഴ്ഷ്യൽ യാത്രാ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കുള്ള കോമ്പൻസേഷൻ നൽകാൻ എപ്പോഴും ഇൻഷുറൻസ് കമ്പനികൾ ബാധ്യസ്ഥരായിരിക്കും. ഇപ്പോൾ ഒരു പ്രൈവറ്റ് കാറ് അതിൻ്റെ ഉടമസ്ഥന് മാത്രമാണോ ഓടിക്കാനായിട്ട് സാധിക്കുക? തീർച്ചയായിട്ടും അല്ല എന്നുള്ളത് ഇന്ന് സാമാന്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അയാളുടെ മകൻ ഓടിക്കാം, അയാളുടെ മകൾക്ക് ഓടിക്കാം, അയാളുടെ വീട്ടിലെ അയാൾ കൃത്യമായിട്ട് അറിയാവുന്ന രക്തബന്ധത്തിലുള്ള ആളുകളാണെങ്കിൽ ഒരു തരത്തിലുമുള്ള പ്രശ്നമില്ല. നമ്മുടെ ഈ നാട്ടിൽ അത് നിയമപരമായിട്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഉദ്ദേശിച്ചത്. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ആണെന്നുണ്ടെങ്കിൽ ഈ വാഹനം ഓടിക്കാനായിട്ട് എല്ലാവർക്കും അനുമതിയില്ല. ഇപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അയാളുടെ ഭാര്യ അത് പ്രത്യേകം ആ ഇൻഷുറൻസിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഒരു പെയ്ഡ് ഡ്രൈവർ, ഒരാളെ ശമ്പളത്തിന് ഡ്രൈവറാക്കി നിർത്തുന്നതിന് ഒരു തെറ്റുമില്ല. കൂടാതെ ചില ദീർഘദൂര യാത്രയൊക്കെ നടത്തുമ്പോൾ നമുക്ക് ഒരു ഡ്രൈവറെ കൂട്ടുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ആ സമയത്തെല്ലാം വാഹന ഉടമയോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉടമയോട് ബന്ധത്തിലുള്ള ആരെങ്കിലും ആ വാഹനത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്നുള്ളൂ. അല്ലാതെ ഇവിടെ ഈ സ്വകാര്യ വാഹനം ആ ഉടമയല്ലാതെ ആരെങ്കിലും ഓടിച്ചുകൊണ്ട് നടന്നാൽ അവരെല്ലാം പിടിച്ച് ഇതുപോലുള്ള
പിഴ ചുമത്തുന്ന ഒരു സംവിധാനമൊന്നും മോട്ടോർ വാഹന വകുപ്പിന് ഇല്ല എന്നുള്ളൊരു കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ എനിക്ക് പറയാനായിട്ട് സാധിക്കും. വളരെ വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ഈ വാഹനം വാടകയ്ക്ക് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഇപ്പോൾ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഷനോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള പിഴയോ, ഇപ്പോൾ സാധാരണഗതിയിൽ രജിസ്ട്രേഷൻ സസ്പെൻഷൻ എന്നൊക്കെ പറയുന്നത് ഇതുപോലെ വളരെ പ്രമാദമായിട്ടുള്ള ഒരു നിയമലംഘനം അത് കണ്ടെത്തുമ്പോൾ മാത്രമാണ്. രജിസ്ട്രേഷൻ സസ്പെൻഷൻ എന്നൊക്കെ പറയുന്നത് വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണഗതിയിൽ ചെയ്യുന്നത് ഇപ്പോൾ നിരന്തരം അത് ഒരു ടാക്സി പർപ്പസിന് പെർമിറ്റ് വയലേഷൻ എന്നുള്ള രീതിയിൽ അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ അവർക്കെതിരെ പിഴ ചുമത്തും. 3000 മുതൽ അതിൻ്റെ മുകളിലേക്ക്, അത് വാഹനത്തിൻ്റെ തരം അനുസരിച്ചിട്ട് അത് പിഴ ചുമത്തും. പിന്നെ ചിലരോട് നിർബന്ധ ബുദ്ധിയാ തന്നെ ഈ വാഹനം ഇനി നിങ്ങൾ ടാക്സി ആയിട്ട് അല്ലെങ്കിൽ കോൺട്രാക്ട് കാരേജ് ആയിട്ട് രജിസ്ട്രേഷൻ നടത്തണം എന്നുള്ള രീതിയിലുള്ള ഓർഡറെല്ലാം RTO പുറപ്പെടുവിക്കും എന്നല്ലാതെ ഇങ്ങനെ വളരെ വ്യാപകമായിട്ടൊന്നും ഈ കാറ് വാടകയ്ക്ക് കൊടുക്കുന്നവരെ കണ്ടെത്താനായിട്ടൊന്നും സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഓരോ വാഹനവും അതിൻ്റെ ആ ഇൻഷുറൻസ് പോളിസിയിൽ പറഞ്ഞിട്ടുള്ള ചില കണ്ടീഷൻസ് അത് മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല. ഇപ്പോൾ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ വിത്തിൻ 72 hours 3 ദിവസത്തിനുള്ളിലെങ്കിലും ആ അപകടത്തെക്കുറിച്ച് ആ വാഹനത്തെ എവിടെയാണോ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് ആ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുക. ടോൾ ഫ്രീ നമ്പേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഇൻഷുറൻസ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഏത് ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിലും അടുത്തുള്ള പോർട്ടൽ ഓഫീസോ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിലോ നിങ്ങൾക്ക് വിവരം നൽകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ കളർ കോഡ് വാഹന ദുരന്തത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അത് ഓരോ വാഹനത്തിനും നൽകപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസിൻ്റെ ആ പ്രത്യേകത അനുസരിച്ചിരിക്കും ഈ കോമ്പൻസേഷൻ ലഭിക്കുന്ന ഒരു കാര്യം. ഇന്നിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കളർ കോഡ് വാഹന ദുരന്തത്തിൽപ്പെട്ട ആ വാഹനം അത് ഒരു 7 സീറ്റർ ആയിരുന്നു. ആ 7 സീറ്റർ വാഹനം അത് പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ആ വാഹനത്തിൻ്റെ ഉടമയ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾക്കും സഞ്ചരിക്കാൻ മാത്രം വേണ്ടി രജിസ്ട്രേഷൻ നടത്തി നൽകിയിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വാഹനത്തിന് 2 തരത്തിലുള്ള ഇൻഷുറൻസ് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പാക്കേജ് പോളിസി എന്നും ലയബിലിറ്റി പോളിസി എന്നും. എന്താണ് പാക്കേജ് പോളിസി? ഇന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അറിയുന്ന ഫുൾ കവർ ഇൻഷുറൻസ് എന്ന് പറയുന്നതാണ് ഈ പാക്കേജ് പോളിസി എന്ന് പറയുന്നത്. അതിനെ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് എന്നും പറയും. ലയബിലിറ്റി പോളിസി എന്ന് പറഞ്ഞാൽ മോട്ടോർ വാഹന നിയമപ്രകാരം ഒരു വാഹനം റോഡിലിറക്കി ഓടിക്കണമെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റാണ് ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് സാധാരണക്കാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വാഹനത്തിന് പറ്റുന്ന കേടുപാടുകൾക്കുള്ള കോമ്പൻസേഷൻ ഇൻഷുറൻസ് കമ്പനി നൽകുകയുള്ളൂ. അതേസമയം ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഇത് ആരുടെ പേരിലാണ് ഈ തേർഡ് പാർട്ടി ഇൻഷുറൻസ്? അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉടമ, ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ, ഇപ്പോൾ ഉടമയോ അല്ലെങ്കിൽ മറ്റൊരു ഡ്രൈവറോ ആണെങ്കിൽ അവർക്ക് ഒരു കോമ്പൻസേഷനും ലഭിക്കില്ല. എന്നാൽ ഈ വാഹനം മുഖേന ഒരു കാൽനട യാത്രക്കാരനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനവുമായിട്ട് കൂട്ടിമുട്ടുമ്പോൾ ആ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്കോ ഉണ്ടാകുന്ന പരിക്ക് അല്ലെങ്കിൽ മരണം, ഇതിനുള്ള എല്ലാ കോമ്പൻസേഷനും കൊടുക്കാൻ ഈ ഇൻഷുറൻസ് കമ്പനി ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇത് പാക്കേജ് പോളിസി ആയാലും ലയബിലിറ്റി പോളിസി ആയാലും, അതായത് ഫുൾ കവർ ഇൻഷുറൻസ് ആണെങ്കിലും തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെങ്കിലും ഈ പോളിസിയിൽ വളരെ കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലയബിലിറ്റി കണ്ടീഷൻസ്, നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഈ വാഹനം ഉപയോഗിച്ചാൽ ഒരു തരത്തിലുമുള്ള കോമ്പൻസേഷനും നൽകാൻ ഈ കമ്പനി ബാധ്യസ്ഥരായിരിക്കില്ല. ഇപ്പോൾ കളർ കോഡ് ദുരന്തത്തിൽപ്പെട്ട വാഹനത്തിന് ഫുൾ കവർ ഇൻഷുറൻസ് അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു എന്ന് ധരിക്കുക. അത് 7 സീറ്റർ ആയതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സർവീസ് വെഹിക്കിളിൽ നിന്നോ അല്ലെങ്കിൽ 2010 ഇത് രജിസ്ട്രേഷൻ നടത്തിയതുകൊണ്ട് ഒമ്നി ബസ് ഫോർ പ്രൈവറ്റ് യൂസിനോ എന്നുള്ള രീതിയിലായിരിക്കും ഈ വാഹനത്തിൻ്റെ ഈ രജിസ്ട്രേഷൻ നൽകി ഈ ക്ലാസ് ഓഫ് വെഹിക്കിൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാഹനം ശരിയായ രീതിയിൽ ഇപ്പോൾ പ്രൈവറ്റ് കാറ് 7 പേർക്കുള്ള ഇൻഷുറൻസ് എടുക്കുന്നു, ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. ഈ ഒരു അവസ്ഥയിൽ 7 പേര് ആണ് സഞ്ചരിച്ചിരുന്നതെങ്കിൽ ഈ ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള ഒരു വാഹനത്തിന് 7 പേർക്കുള്ള കോമ്പൻസേഷൻ നൽകാൻ ഇൻഷുറൻസ് കമ്പനിക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ ഈ ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള ഇതിൻ്റെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റിൽ തന്നെ ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ടായിരിക്കും. അതായത് ഇൻക്ലൂഡിങ് ദ ഓക്യുപ്പൻസ്, വാഹനത്തിൽ സഞ്ചരിക്കുന്നവർക്കും ഈ കോമ്പൻസേഷൻ ലഭിക്കും എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് ചില കണ്ടീഷൻസ് കൂടി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതായത് ഈ വാഹനം ഏതെങ്കിലും തരത്തിലുള്ള മോട്ടോർ റേസിങ്ങോ സ്പീഡ് ടെസ്റ്റിങ്ങിനോ മറ്റോ ഉപയോഗിച്ചാൽ, ഹയർ ഓർ റിവാർഡ് വാടകയ്ക്ക് നൽകിയാൽ, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലെല്ലാം ഈ വാഹനത്തിന്
കോമ്പൻസേഷൻ നൽകാനായിട്ടുള്ള ബാധ്യത ഈ കമ്പനിക്ക് ഇല്ല എന്നുള്ളൊരു കാര്യം അതിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള ആ ഒരു കേസിൽ, അപ്പോൾ ഈ തേർഡ് പാർട്ടി മാത്രമുള്ള ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റിൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗത്ത് ഒക്യുപ്പൻസിന് കോമ്പൻസേഷൻ നൽകാൻ ബാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തേർഡ് പാർട്ടിയുള്ള ഒരു വാഹനത്തിന് അതിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കുള്ള കോമ്പൻസേഷൻ നൽകാൻ ഇൻഷുറൻസ് കമ്പനിക്ക് ബാധ്യതയില്ലാതെ വരുന്നത്. ഇപ്പോൾ ഈ കളർ കോഡ് നടന്നിട്ടുള്ള ഈ അപകടത്തിന് സമാനമായിട്ട് ധാരാളം അപകടങ്ങൾ ഈ തേർഡ് പാർട്ടി മാത്രമുള്ള ഈ വാഹനങ്ങളിൽ സഞ്ചരിച്ച് അപകടത്തിൽപ്പെട്ടിട്ടുള്ള കേസുകൾ, അപ്പോൾ ഇതിലെല്ലാം പെറ്റീഷൻ ഫയൽ ചെയ്യപ്പെടും. ഇപ്പോൾ തേർഡ് പാർട്ടി മാത്രമുള്ളൂ, ഇവർക്ക് കോമ്പൻസേഷൻ കിട്ടില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കോമ്പൻസേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ക്ലെയിമൻസ്, അതായത് ഇതിൽ ഇഞ്ചുറി പറ്റിയ ആൾക്കാരോ പോകില്ല എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇവർ കോമ്പൻസേഷന് വേണ്ടിയിട്ട് മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രൈബ്യൂണലിൽ പെറ്റീഷൻ ഫയൽ ചെയ്യുകയും ആ പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ടവേര വാഹനത്തിന് ഇൻഷുറൻസ് നൽകിയിട്ടുള്ളത് ഏത് കമ്പനിയാണോ ആ കമ്പനിയിൽ നിന്നും കോമ്പൻസേഷൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പെറ്റീഷൻ ആ കമ്പനിക്ക് ലഭിക്കും. ആ സമയത്തായിരിക്കും ഈ കമ്പനി ഈ കേസ് നടത്തിപ്പിനായിട്ട് അവരുടെ അഡ്വക്കേറ്റ്സിനെ ഏർപ്പാട് ചെയ്യുമ്പോൾ ഇതിൻ്റെ പോളിസി കണ്ടീഷൻസ് എല്ലാം കാണിച്ചുകൊണ്ട് കമ്പനി വാദിക്കുന്നത് അവർക്ക് ഇതിൻ്റെ കോമ്പൻസേഷൻ നൽകാനായിട്ടുള്ള ബാധ്യതയില്ല. അപ്പോൾ മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ അത് അംഗീകരിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാലും ഇത് പിന്നീട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും വരെ പോയിട്ടുള്ള കേസുകളുണ്ട്. അപ്പോൾ അവിടെ നിന്നെല്ലാം ഉണ്ടായിട്ടുള്ള വിധികൾ സൂചിപ്പിക്കുന്നത് തേർഡ് പാർട്ടി മാത്രമുള്ള ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾക്കുള്ള കോമ്പൻസേഷൻ നൽകാനായിട്ട് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ആ നിബന്ധനകൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മോട്ടോർ വാഹന നിയമത്തിലെ നിബന്ധനകൾ വെച്ചുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനികൾക്ക് ബാധ്യതയില്ല എന്നുള്ള രീതിയിലുള്ള വിധികളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ സുവ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം, ഇവർക്കുള്ള കോമ്പൻസേഷൻ അത് നൽകാനായിട്ടുള്ള ബാധ്യത ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇതിൻ്റെ ഈ വാഹനത്തിൻ്റെ ഉടമയ്ക്ക് വന്നു ചേരും.